ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ഈ സാധിക്കാത്ത ഏതെല്ലാം കാര്യമാണോ അതിൻ്റെ പിന്നിൽ ഒന്ന് മനസ്സിൻ്റെ ഒരു മുറിവുണ്ട്. ആ മുറിവിലൂടെ കടന്നു വരുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. നീ ഏത് തെറ്റ്, ഏത് പാപം, ഏത് ദുശീലം, ഏത് തിന്മപ്രവൃത്തി ആവർത്തിച്ച് ചെയ്താൽ, ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ നിന്നിലേക്ക് കടന്നു വരുന്ന ശക്തിയുടെ പേരാണ് പൈശാചിക ശക്തി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 11-ാം തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 11-ാം തിരുവചനം. ഇങ്ങനെ കർത്താവിൻ്റെ വചനത്തിൽ പറയും, 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം ഊനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കൂ, ബൈബിളിലെ ഓരോ വചനവരികൾക്കിടയിലും ഞാനുണ്ട്. ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സ്ത്രീയുടെ പ്രത്യേകത എന്താ? അവൾ കൂനി. എന്താ കാരണം? 18 വർഷമായിട്ട് ഒരു ആത്മാവ് ബാധിച്ചു. ആ ആത്മാവിൻ്റെ പേരാണ്, പരിശുദ്ധാത്മാവാണോ ദുഷ്ടാത്മാവാണോ? അപ്പോൾ ഈ ദുഷ്ടാത്മാവ് ബാധിച്ച് അവളെ രോഗിണിയാക്കി. ഇനി ആ രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത ആ സ്ത്രീയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അവൾ എന്ത് പറയുന്നറിയാവോ? എന്ത് പറയും? എനിക്ക് നിവർന്നു നിൽക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ആ കൂരി പോയ സ്ത്രീയോട് ചോദിച്ചു നോക്ക്, ആ സ്ത്രീ പറയും, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. എന്താ സാധിക്കാത്തതിൻ്റെ കാരണം? സാധിക്കാത്തതിൻ്റെ കാരണം ഏതോ നാളുകളിൽ അവളിലേക്ക് കടന്നു വന്ന പൈശാചിക ശക്തി. ഈ കടന്നു വന്ന പൈശാചിക ശക്തി അവളെ രോഗിണിയാക്കി. ഈ കടന്നു വന്ന പൈശാചിക ശക്തി എൻ്റെ കുടുംബത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ, വിവാഹ തടസ്സം, ജോലി തടസ്സം, വസ്തു വിൽക്കുന്നതിനുള്ള തടസ്സം, അതുപോലെ തന്നെ വീട് പണിയാൻ തടസ്സം, വ്യത്യസ്തമായ തടസ്സങ്ങളുടെ എല്ലാം പിന്നിൽ ഏതോ നാളുകൾ കടന്നു വന്ന പൈശാചിക ശക്തിയുടെ ബന്ധനമുണ്ട്. ഈ പൈശാചിക ശക്തിയുടെ ബന്ധനങ്ങൾ വിട്ടുപോകാതെ കിടക്കുന്നതിന് കാരണം എന്താ? എൻ്റെ മനസ്സിൻ്റെ മുറിവ്. എങ്ങനെ ഈ മുറിവ് സുഖപ്പെടുന്നില്ല? എൻ്റെ ഉള്ളിൽ നിന്ന് വെറുപ്പ് വിട്ടുമാറുന്നില്ല, വൈരാഗ്യം വിട്ടുമാറുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ തിരിച്ചറിയേണ്ട കാര്യം എന്താ അറിയാവോ? ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല എന്നതിൻ്റെ പിന്നിൽ 2 കാരണങ്ങൾ. ഒന്ന്, ഏതോ നാളിൽ മനസ്സിനേറ്റ മുറിവ്. ആ മുറിവ് മൂലം ആവർത്തിച്ച് ചെയ്തു പോകുന്ന പാപം, ആവർത്തിച്ച് ചെയ്തു പോകുന്ന ദുശീലം, വിട്ടുമാറാൻ പറ്റാത്തതായ ചില പാപത്തിൻ്റെ പ്രവൃത്തി. ഈ പാപത്തിൻ്റെ പ്രവൃത്തികളിലൂടെ കടന്നു വരുന്ന പൈശാചിക ശക്തി നിന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ 2 കാര്യം നിനക്ക് കിട്ടണം. ഒന്ന്, കാരണമായി തീരുന്ന മനസ്സിൻ്റെ മുറിവ് സുഖപ്പെടണം. 2, ആവർത്തിച്ച് ചെയ്തു പോകുന്ന പാപത്തിലൂടെ കടന്നു വരുന്ന പൈശാചിക ശക്തിയുടെ ബന്ധനത്തിന് വിടുതൽ കിട്ടണം. ഒന്ന്, പൈശാചിക ശക്തി. 2, നിനക്ക് ഏത് കാര്യത്തിലാണ് തൃപ്തിയില്ലെങ്കിൽ പരാതി ഉണ്ടാവും. എങ്ങനെയാണ് തൃപ്തി ഇല്ലാതെ വരുന്നത്? നിന്റെ മനസ്സ് മുറിവേറ്റ് കിടക്കുന്ന, സൗഖ്യം പ്രാപിക്കാത്ത മനസ്സാണെങ്കിൽ തൃപ്തി ഉണ്ടായാലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തൃപ്തി ഇല്ലായ്മയിലൂടെ കടന്നു വന്ന ഈ പൈശാചിക ശക്തി, ആവർത്തിച്ച് ചെയ്തു പോകുന്ന പാപത്തിലൂടെ കടന്നു വരുന്ന പൈശാചിക ശക്തി, ഈ 2 ബന്ധനങ്ങളിൽ നിന്നും നിനക്ക് വിടുതൽ കിട്ടണം. 2 കരം ഉയർത്തിപ്പിടിച്ചോ. ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ഈ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ഇപ്പോൾ മനസ്സിലേക്ക് ഏതെല്ലാം കാര്യങ്ങളാണോ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല കടന്നു വരുന്നത്, അങ്ങനെ കടന്നു വരാനിടയായിത്തീർന്ന വിട്ടുമാറാത്ത ഏത് ദുശീലം, ഏത് പാപപ്രവൃത്തി, ഏത് തിന്മപ്രവൃത്തി, ഏത് ജഡിക പ്രവണത നിന്നിലുണ്ടോ, അതിലൂടെ കടന്നു വരുന്ന പൈശാചിക ശക്തി നിൻ്റെ മനസ്സിൻ്റെ മുറിവിനെ സുഖപ്പെടുത്താതിരിക്കാൻ ആ പൈശാചിക പ്രവർത്തിക്കുന്നു. അത് നിന്നിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളായി മാറുന്നു. ആ തടസ്സങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിനക്ക് വിടുതൽ തരണം. ഈശോയെ, ഞാൻ ആഗ്രഹിക്കുന്നു, ഏത് തടസ്സങ്ങളാണോ, ഏത് പൈശാചിക ശക്തിയുടെ ബന്ധനമാണോ നിന്നിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾക്ക് കാരണമായി തീരാൻ ഇടയാക്കുന്നത്, അതിനെല്ലാം ഈ ഉയർത്തിയ കരങ്ങളിൽ, ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ആധാരം തുറന്നൊന്ന് വിളിച്ച് എല്ലാവരും വിളിച്ചു, ഈശോയുടെ ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, ഈശോയുടെ ശക്തി ഒഴുകട്ടെ.
പൈശാചിക ശക്തി അതിന്റെ സ്വാധീനം അത് വരുത്തിയ പല വിധത്തിലുള്ളതായ ബന്ധനങ്ങൾ, കെട്ടുകൾ അതിൽ നിന്ന് വിടുതൽ രക്ഷിക്കട്ടെ. ആഗ്രഹത്തോടെ വിളിച്ചോ, ഈശോയെ എന്ന് വിളിച്ചോ. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. നന്നായിട്ടൊന്ന് കൈയടിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ബുക്കിൽ 6ാമത്തെ കാര്യം എഴുതി വെച്ചു. 6ാമത്തെ കാര്യങ്ങളാണ് സ്വഭാവത്തിലെ വ്യത്യസ്തമായ വൈകല്യങ്ങൾ. അപ്പോൾ ഈ സ്വഭാവത്തിലെ വൈകല്യങ്ങൾക്ക് ഏതോ നാളിൽ സംഭവിച്ചതായ മനസ്സിൻ്റെ മുറിവുണ്ട്. ഈ മുറിവ് സുഖപ്പെട്ടാലേ സ്വഭാവത്തിലെ വൈകല്യം മാറൂ. മുറിവുകൾ ഏറ്റെടുത്ത് മുറിവുകൾ സുഖപ്പെടുത്തുന്നവൻ കർത്താവാണ്. ആ കർത്താവിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കണം. 1ാമത്തെ സ്വഭാവത്തിലെ വൈകല്യം, ഞാൻ കുറച്ച് വൈകല്യങ്ങൾ പറയുകയാണ്. ആ വൈകല്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഉള്ളിൽ വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്ത. വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ, അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ പൈശാചിക ശക്തി കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ സകല പാപങ്ങൾ എത്ര നാളുകളായിട്ടുള്ള എത്ര ഗൗരവമായിട്ടുള്ള പാപമാണെങ്കിലും ആ പാപം ക്ഷമിച്ചു തരാൻ കർത്താവ് പറയുന്ന ഒരേ ഒരു വ്യവസ്ഥ. എന്താ വ്യവസ്ഥ എന്നറിയാവോ? മത്തായി 6:14-15. നിന്നെ വേദനിപ്പിച്ച, നിന്നെ ദ്രോഹിച്ച നിന്റെ സഹോദരനോട് നീ ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കും. ക്ഷമിച്ചില്ലെങ്കിൽ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കുമ്പസാരത്തിൽ സകല പാപങ്ങൾ മോചിച്ചു കിട്ടാൻ കർത്താവ് ഒരേ ഒരു വ്യവസ്ഥയെ പറയുന്നുള്ളൂ. പാപമോചനം സൗജന്യമാണ്. കിട്ടണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നിന്നെ വേദനിപ്പിച്ച് ആരോടെല്ലാം നിനക്ക് ഇഷ്ടക്കുറവ് സ്നേഹക്കുറവുണ്ടോ അവരോട് ക്ഷമിച്ചിട്ട് നീ വന്നാൽ ഞാൻ നിന്റെ പാപം ക്ഷമിക്കാം. അപ്പോൾ പാപക്ഷമ കിട്ടണമെങ്കിൽ മനുഷ്യ വ്യക്തിയോട് ക്ഷമിക്കണം. ഒന്ന്, നിന്റെ ആന്തരിക സൗഖ്യം കിട്ടണമെങ്കിൽ, നിനക്ക് പൂർണ്ണമായിട്ടുള്ള ആന്തരിക സൗഖ്യം കിട്ടണമെങ്കിൽ, നിനക്ക് മുറിവേൽപ്പിച്ച മുറിവ് തന്ന സകല വ്യക്തികളോടും നീ ക്ഷമിച്ച് ക്ഷമ ചോദിക്കണം. ആന്തരിക സൗഖ്യം ലഭിക്കാൻ പ്രധാനമായിട്ടുള്ള കാര്യം വ്യക്തികളോടും വാക്കുകളോടും സംഭവങ്ങളോടും സാഹചര്യം ക്ഷമിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും വ്യക്തികളോടോ പറഞ്ഞ വാക്കുകളോടോ സംഭവങ്ങളോടോ സാഹചര്യങ്ങളോടോ ഓർമ്മയുടെ തലത്തിലോ വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്ത ഉണ്ടെങ്കിൽ ആര് വിട്ടുപോയല്ല? പിശാച് വിട്ടുപോയല്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പൈശാചിക ശക്തി ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ് ആ വ്യക്തിയുടെ ഉള്ളിലെ വെറുപ്പ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എത്ര ധ്യാനം കൂടി എന്നുള്ളതല്ല, എത്ര ദിവസം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, നിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് പൂർണ്ണമായിട്ടും വെറുപ്പ്, വൈരാഗ്യം, പ്രതികാരം ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമിക്കാൻ പരിപൂർണമായിട്ട് സാധിക്കണമെങ്കിൽ യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കണം. വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്ത തന്നവരെല്ലാം കുരിശിലേക്ക് സമർപ്പിക്കണം. കുരിശിലെ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം 5 കാര്യം കുരിശിലെ പ്രാർത്ഥനയിൽ കാണാൻ പറ്റണം. അപ്പോൾ എനിക്ക് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാൻ സാധിക്കണം. ഈ 5 കാര്യം ഞാൻ മനസ്സിലാക്കണം. 1, യേശുവിൻ്റെ കുരിശിലെ പ്രാർത്ഥനയിൽ 1, യേശു തന്നെ കുറ്റം വിധിച്ച, മുഖത്ത് തുപ്പിയ, തള്ളിപ്പറഞ്ഞ, ഒറ്റിക്കൊടുത്ത പത്രോസിനെയും യൂദാസിനെയും പീലാത്തോസിനെയും മുഴുവൻ ഈശോ നിരപരാധിയായിട്ട് കണ്ടു. ഹല്ലേലൂയ. കുരിശിലെ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പിന്നിലെ 1ാമത്തെ കാര്യം, ഈ കുരിശിൽ ഞാൻ കിടക്കുമ്പോൾ, ഈ കുരിശിൽ എന്നെ കയറ്റിയ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാരണക്കാരെല്ലാമാണോ അവരാരുമല്ല കാരണക്കാർ, എൻ്റെ പിതാവ് അനുവദിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അവരെല്ലാവരും നിരപരാധികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ഗസ്തമിലെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിടിക്കാൻ വന്ന പ്രധാന ആചാര്യൻ്റെ ഭൃത്യനെ പത്രോസിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് വെട്ടിയപ്പോൾ, എടാ നീ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ? ലോകത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ ലോകത്തിൻ്റെ പ്രവൃത്തി അല്ല കഴിഞ്ഞ 3 വർഷമായിട്ട് നിന്ന് ഞാൻ പഠിപ്പിച്ചത്. ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കണം. ലോകത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണിച്ചു കൊടുക്കണം. എന്നിട്ട് യേശു എന്ത് ചെയ്തു? അവൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ച് എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടിയല്ലേ. അപ്പോൾ എന്താണെന്നറിയാവോ? എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഇനി മുതൽ ഈ അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നത് ചെയ്യുന്നതും പറയുന്ന അവരൊന്നുമല്ല, പിതാവാണ് കാരണക്കാരൻ. അപ്പോൾ ഇനി കാണുന്നുണ്ടല്ലോ, ഈ വന്നവരും പിടിക്കാൻ പോകുന്നവരെല്ലാം നിരപരാധികളാണ്. അവരാരുമല്ല കാരണക്കാർ.
പിതാവ് അനുവദിച്ചത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാൻ സാധിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തവർ, പറഞ്ഞവർ, പ്രവർത്തിച്ചവർ ആരുമല്ല കാരണക്കാർ. പിതാവ് പുത്രന് അനുവദിച്ചതുപോലെ ഈശോ എനിക്ക് അനുവദിച്ചു. യേശുവാണ് അനുവദിച്ചത്. യേശു എന്തനുവദിച്ചാലും അനുവദിച്ചതിൻ്റെ പിന്നിൽ അനുഗ്രഹമുണ്ട്, ആനന്ദമുണ്ട്, ഉയർച്ചയുണ്ട്. അപ്പം മനുഷ്യനാണെന്ന് കാണിച്ചാൽ ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ദൈവമാണ്, ഈശോ അനുവദിച്ചുകൊണ്ടാണെന്ന് കണ്ട് ചെയ്തവരെയും പറഞ്ഞവരെ നിരപരാധിയായി കണ്ടാൽ എനിക്ക് അതിലൂടെ സൗഖ്യം കിട്ടും, അനുഗ്രഹം കിട്ടും. ഹല്ലേലൂയ. എത്ര ധ്യാനം കൂടിയിട്ട് കാര്യമില്ല. കൂടുന്ന ഒരു ധ്യാനത്തിൽ നീ തിരിച്ചറിയുക, നിന്റെ ഉള്ളിൽ വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ അന്തര സൗഖ്യം കിട്ടിയല്ല. ഹല്ലേലൂയ. പൈശാചിക ശക്തി വിട്ടുപോയല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിരുപാധികമായിട്ടുള്ള ക്ഷമിക്കണമെങ്കിൽ അത് നിരപരാധി കാണണം. ഒന്ന്, ഈശോയെ കുരിശിലെ പ്രാർത്ഥന നിരപരാധിയായി കണ്ടു. രണ്ട് ഈശോ ചെയ്തത്, അവർ മുഴുവൻ നിരപരാധികളാണെങ്കിൽ അവർ ചെയ്തത് മുഴുവൻ, പറഞ്ഞത് മുഴുവൻ, പ്രവർത്തിച്ചത് മുഴുവൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഉള്ളിൽ സ്വീകരിച്ചില്ലെന്ന്. ഉള്ളിൽ സ്വീകരിച്ചാൽ, മനസ്സ് സ്വീകരിച്ചാൽ മനസ്സ് മുറിയും. മനസ്സ് സ്വീകരിക്കാതെ പിതാവാണ് കാരണക്കാരനെങ്കിൽ കാരണക്കാരനായ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുന്നു. ഹല്ലേലൂയ. നീ നിന്റെ ഉള്ളിൽ ആ വാക്ക്, ആ പ്രവൃത്തി, പെരുമാറ്റം സൂക്ഷിച്ചു വെക്കുന്ന സ്വീകരിച്ചുകൊണ്ടാണ് നിന്റെ മനസ്സ് മുറിയുന്നത്. ആ മുറിഞ്ഞ മനസ്സ് സൗഖ്യമാകണമെങ്കിൽ മനുഷ്യ വ്യക്തികൾ നിനക്ക് തന്നത് നിന്റെ ഉള്ളിൽ സ്വീകരിക്കാതെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കണം. പുത്രൻ പിതാവിന് കൊടുത്ത പോലെ ഞാൻ പുത്രന് കൊടുക്കണം, അവൻ്റെ കുരിശിലേക്ക് കൊടുക്കണം. എന്നിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് അവരോട് ക്ഷമിക്കണം. അപ്പം എന്ത് ചെയ്തു? മൂന്നാമത്തെ കാര്യം, അവൻ ഈശോ അങ്ങനെ പിതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ചു. ഇനി 4, ക്ഷമയാണെങ്കിൽ അങ്ങനെ ചെയ്തവരോടും പറഞ്ഞവരോടെല്ലാം എനിക്ക് സ്നേഹിക്കാൻ പറ്റണം. 4, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിലേ നീ ക്ഷമിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. 5, ക്ഷമയാകണമെങ്കിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ കുരിശിൽ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ 5 കാര്യം ശ്രദ്ധിക്കൂ. 5 കാര്യം ഇന്ന് എനിക്ക് ചെയ്യാൻ സാധിച്ചാൽ 2 കാര്യം കിട്ടും. 1, എനിക്ക് പൂർണ്ണമായ ആന്തരിക സൗഖ്യം കിട്ടും. 2, എൻ്റെ സ്വഭാവത്തിൽ പിടികൂടിയിരിക്കുന്ന പൈശാചിക ശക്തി എന്നേക്കുമായിട്ട് വിട്ടുപോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സ്വഭാവത്തിൽ 1ാമത്തെ വൈകല്യം, ഉള്ളിൽ വെറുപ്പ്, വൈരാഗ്യം, പ്രതികാരചിന്ത ഉണ്ടെങ്കിൽ ക്ഷമിച്ച് സമചോദിച്ച് രമ്യപ്പെട്ടാലേ സൗഖ്യം കിട്ടുള്ളൂ. 2, സ്വഭാവത്തിൽ 2ാമത്തെ വൈകല്യമാണ് വിട്ടുമാറാത്ത ആസക്തികൾ. ഞാൻ പറഞ്ഞു, നിയന്ത്രിക്കാൻ പറ്റാത്ത ആഗ്രഹത്തെയാണ് ആസക്തി എന്ന് പറയുന്നത്. ആസക്തികൾ 6 ആസക്തികൾ. കണ്ണിൻ്റെ ആസക്തി അറിയാം, ജഡത്തിൻ്റെ ആസക്തി, ശരീരത്തിൻ്റെ ജഡികാസക്തി, ഇനി ദുശീലത്തിൻ്റെ ആസക്തി. ഈ ജഡത്തിൻ്റെ ആസക്തി, സ്വയംഭോഗം, സോർഭോഗം, വ്യഭിചാരം, ജഡിക പാപം, ബ്ലൂ ഫിലിം, അതുപോലത്തെ വീഡിയോകൾ, ഇതെല്ലാം കാണുന്നു, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിൽ ജഡികമായ പാപത്തിലേക്ക് പോകുന്നു. അങ്ങനെ ദുശീലം, മദ്യപാന, പുകവലി, ഇതിലൂടെ കടന്നു വരുന്ന പൈശാചിക ശക്തി. അപ്പോൾ ആസക്തികളിലൂടെ കടന്നു വരുന്ന പൈശാചിക ശക്തി, അതിൽ കണ്ണിൻ്റെ ആസക്തി, ജഡത്തിൻ്റെ ആസക്തി, ദുശീലത്തിൻ്റെ ആസക്തി, പിന്നെ പല വിധത്തിലുള്ള പണം, സമ്പത്ത്, ദ്രവ്യാസക്തി, ചില ഭക്ഷണ സാധനങ്ങളുള്ള ആസക്തി, ഭോഗാസക്തി. 6ാമത്തതാണ് അധികാരാസക്തി. എവിടെ കിട്ടിപ്പോയാലും സ്ഥാനമാനങ്ങൾ കിട്ടണം, അധികാരാസക്തി. ഇങ്ങനെ 6 ആസക്തികൾ. ഇനി 3ാമത്തെ സ്വഭാവത്തിലെ വൈകല്യമാണ് ഭയം, വിട്ടുമാറാത്ത ഭയം. 2 രീതിയിൽ ഭയം കടന്നു വരാം. 1, പാപം. നീ ചെയ്യുന്ന പാപം നിന്നെ ഭയപ്പെടുത്തും. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങൾ. അതായത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ആദം ഹവ്വയും ചെയ്ത ആദത്തെ ദൈവം വിളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, ആദം നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനായതുകൊണ്ട്. അടുത്ത വചനം, ഭയന്നു വിളിച്ചതാണ്. അന്ന് വരെ സന്തോഷത്തോടെ ആയിരുന്ന ആദവും ഹവ്വയും ഇന്ന് തോട്ടത്തിൽ ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോൾ ഭയന്നു. എന്താ കാരണം? അവൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു. ഒരു മനുഷ്യ വ്യക്തി ചെയ്യേണ്ടത് എന്ന് ദൈവം പറഞ്ഞ കാര്യം ചെയ്താൽ ആ ചെയ്ത പ്രവൃത്തി നിനക്ക് തരുന്ന ശിക്ഷയാണ് ഭയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നീ ചെയ്തതായ പാപം, ദുശീലം, തിന്മ പ്രവൃത്തി നിന്നിൽ ഭയം ജനിപ്പിക്കും. 2, ഏതെങ്കിലും നാളുകളിലെ മനസ്സിൻ്റെ മുറിവ്, ഏതെങ്കിലും കാലഘട്ടത്തിൽ നിൻ്റെ മനസ്സ് മുറിഞ്ഞത് സുഖപ്പെട്ട് കിട്ടിയില്ല എങ്കിൽ
അത് നിന്നിൽ ഭയമാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയത്തിൻ്റെ അടിമത്വം ഇത് നിൻ്റെ ഉള്ളിൽ. അപ്പം ഈ ഭയത്തെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാൻ കർത്താവ് നിനക്ക് തരുന്ന വചനം നിനക്കറിയാം. ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. എന്നിട്ട് കർത്താവ് തരുന്ന ഉറപ്പിൽ 34-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം തിരുവചനം, 34-ാം സങ്കീർത്തനം 4-ാം തിരുവചനം, സങ്കീർത്തനം 34:4. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഇത് നോക്കണം. അതായത് എൻ്റെ ഭയത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അടുത്തത് സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ എൻ്റെ കർത്താവിനെ തേടി. ഈ ഭയത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്നും എന്നെ അവിടുന്ന് രക്ഷിച്ചു. അടുത്ത സ്വഭാവത്തിൽ വൈകല്യമാണ് ഓർത്തോർത്തുള്ള ദുഃഖം, വിട്ടുമാറാത്ത ദുഃഖം, ഓർത്തോർത്തുള്ള ദുഃഖം. സ്നേഹമുള്ളവരെ, ഏത് കാലവും നിന്നെ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ കർത്താവ് അനുവദിക്കുന്നില്ല. പിന്നെ എങ്ങനെ കടന്നു വരുന്നത്? അതായത് ദൈവത്തിൻ്റെ തരുന്ന അനുവദിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാക്കി സ്വീകരിക്കാൻ സാധിച്ചാൽ ഒരിക്കലും എന്നീ ഓർത്തോർത്തുള്ള ദുഃഖം ഉണ്ടായില്ല. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. അപ്പം ദുഃഖത്തിൻ്റെ കാരണത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. ഉദാഹരണത്തിന് വേർപാടിൻ്റെ ദുഃഖം. എനിക്കൊരിക്കലും ആരുടെ വേർപാടിലായാലും ദുഃഖിക്കാൻ പാടില്ല. എന്താ കാര്യം എന്നറിയാമോ? കർത്താവ് മുന്നറിയിപ്പ് തന്നു. മുന്നറിയിപ്പിൻ്റെ 3 വാക്കാണ്: നീ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. 2 ഉണർന്നിരിക്കണം, 3 ജാഗരൂകരായിരിക്കണം. നിന്റെ ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണെന്ന്. നിന്റെ ഭർത്താവിൻ്റെ ജീവിതം താൽക്കാലികമാണെന്ന്, ഭാര്യയുടെ ജീവിതം താൽക്കാലികമാണെന്ന്, അപ്പൻ്റെ ജീവിതം താൽക്കാലികമാണെന്ന്. ഞാൻ എപ്പോൾ വേണേലും വരുമെന്ന്. നീ ഒരുങ്ങിയിരിക്കണം, നീ ഉണർന്നിരിക്കണം, നീ ജാഗ്രതയോടെ ഇരിക്കണം. ഇത് കർത്താവ് തന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിനക്കൊരിക്കലും ഒരാളുടെ മരണത്തിലും വേർപാടിലും അയ്യോ 15 വയസ്സുള്ള ചെറുപ്പത്തിൽ മരിച്ച്, ഞാൻ വിവാഹം കഴിച്ച് 5 വർഷമായുള്ള എൻ്റെ ഭാര്യ പോയേ, അങ്ങനെ പറയാനുള്ള അവകാശമില്ലെന്ന്. എന്താ? ഏത് സമയത്തും നീ ഒരുങ്ങിയിരിക്കേണ്ട 2 കാര്യം. ഒന്നാമത്തെ കാര്യം എന്താ അറിയാമോ? ഞാനെന്നും എൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. അതെന്താ കാരണം? നീ സീറോ മലബാർ സഭയിലെ കുർബാനയാണെങ്കിൽ ഓരോ കുർബാനയുടെ അവസാനം പറയുന്നത് എന്താ? നാളെ വരികയിലാണ്, ഇനി എണ്ണത്തിന് വരുമോ ഇല്ല എന്ന് അറിഞ്ഞൂടാ. നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയിട്ട് മരണം വന്നു കഴിയും അയ്യോ ചിന്തിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? കർത്താവ് പറയാൻ ഒരുങ്ങിയിരിക്കും നീ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം? രണ്ടാമത്തെ കാര്യം, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? നിന്റെ ഭാര്യനെയാണോ? ഈ ഭാര്യയുടെ മരണത്തെ നീ കാണണം. ഭർത്താവിനെയാണോ? ഭർത്താവിൻ്റെ മരണത്തെ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മകനാണോ മകളാണോ? അതായത് നീ 2 കാര്യം. 1, ഞാൻ എൻ്റെ മരണത്തിന് ഒരുങ്ങണം. 2, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണോ? ആ വ്യക്തി ഇതാ ഇന്ന് മരിച്ചത് കേട്ടു, ഞാൻ അതിനുവേണ്ടി ഒരുങ്ങണം. അതാ കർത്താവ് പറഞ്ഞു, ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ 100-ാമത്തെ വയസ്സിലാണ്, അതുകൊണ്ട് ഞാനും കരുതിയത് 100-ാമത്തെ വയസ്സിൽ ഇരിക്കുന്നാണ്. ഇപ്പം അത്ര ആയിട്ടില്ല. ഇങ്ങനെ നീ ഓരോ ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് നിന്നോട് പറഞ്ഞിരിക്കുക, നീ ഒരുങ്ങിയിരിക്ക്. ആരുടെ മരണത്തിൽ ഒരുങ്ങിയിരിക്ക്. നിനക്കൊരിക്കലും വേർപാടിൻ്റെ ദുഃഖം ഉണ്ടാകാൻ പാടില്ല. ആ മരണം ചിലപ്പോൾ അത് അപകടമാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമാകാം. നീ അതിനെല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഈ ഒരുങ്ങിയിരിക്കാതെ കൊണ്ട് സംഭവിക്കുന്ന പോലെ എന്ത് വരുമെന്നറിയാവോ? ആ വിട്ടുമാറാത്ത ദുഃഖം ഈ പിശാച് കൊണ്ട് തരിക. എന്നാലും സംഭവിച്ചില്ല, എന്നാലും നിന്റെ പോയില്ല, ഇനി നിനക്ക് കൂട്ടില്ലല്ലോ, ഇനി നിനക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ എന്ന്. ശരിയോ? മരിച്ച ആളെക്കുറിച്ച് പിന്നെ എന്തെല്ലാം ചിന്തിച്ചിട്ടും വല്ല കാര്യമുണ്ടോ? നീ എന്ത് ചിന്തിക്കണം? പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എന്താ ഗുണം? പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ആൾ സ്വർഗത്തിലുണ്ട്. അപ്പം നിനക്കെല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നെഗറ്റീവായിട്ട് ചിന്തിച്ചാലോ ആ ആളെ ഒട്ട് കിട്ടാനും പോകുന്നില്ല, സ്വർഗത്തിലെ സന്തോഷം ഭൂമിയിൽ അനുഭവിക്കാനും പറ്റിയല്ല. പറഞ്ഞ് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏത് വേർപാടിലും സന്തോഷിക്കാൻ സാധിക്കണം, ഏത് നഷ്ടത്തിലും സന്തോഷിക്കാൻ സാധിക്കണം. എന്താ കാരണം? നിൻ്റെ നഷ്ടമല്ല, ഇന്ന് നഷ്ടം നാളെ ലാഭം, ഇന്ന് പരാജയം നാളെ വിജയം, ഇന്ന് അപമാനം നാളെ അഭിമാനം. നീ ഇന്നിലേക്ക് നോക്കരുത്. ഇന്നിനെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുന്നതിലേക്ക് നോക്കണം. ഇന്നിലെ താഴ്ചയിലേക്ക് നോക്കരുത്. ഇന്നിലെ താഴ്ച അടുത്തത് ഉയർച്ചയിലേക്ക് കർത്താവ് മാറ്റി നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത സ്വഭാവ വൈകല്യമാണ് അപകർഷത. നിങ്ങൾക്കറിയാം, കർത്താവ് എന്ത് കുറവ് വരുത്തിയാലും അനുവദിക്കുന്ന കുറവിൻ്റെ അറ്റത്ത് അനുവദിക്കുന്ന ദൈവമുണ്ട്. ആ കുറവിനെ ഞാൻ അംഗീകരിച്ചാൽ
കുറവിനെ അംഗീകരിച്ചാൽ അനുഗ്രഹമാകും. കുറവിനെ അംഗീകരിച്ചാൽ അനുഗ്രഹമാവും. അറിവിലെ കുറവ്, കഴിവിലെ കുറവ്, സൗന്ദര്യത്തിലെ കുറവ്, സമ്പത്തിലെ കുറവ്, ഏതല്ല കുറവുണ്ടോ കുറവിനെ ഞാൻ അംഗീകരിച്ചാൽ അനുഗ്രഹമാകും. കുറവിനെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ അത് അപകർഷതയാവും. ഏത് കാര്യത്തിലായാലും കുറവിനെ അംഗീകരിച്ചില്ലെങ്കിൽ ആ കുറവ് അപകർഷതയാവും. ഇങ്ങനെ എൻ്റെ സ്വഭാവത്തിന് വിട്ടുമാറാത്ത അപകർഷത. അടുത്തത് കുറ്റബോധം. ഏതെങ്കിലും ഒരു പ്രവൃത്തി നീ ചെയ്തതിനോർത്ത് ഒരിക്കലും കുറ്റബോധം വേണ്ട. ചെയ്തതിനോർത്ത് അനുദപിക്കും. അനുദപിച്ചാൽ ആ സംഭവിച്ചതിൻ്റെ ആ കുറവിനെ കർത്താവ് മാറ്റി അനുഗ്രഹിക്കും. എന്നാൽ ആ സംഭവിച്ച കാര്യത്തെ നീ അനുദപിച്ചേറ്റ് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കുറ്റബോധമായിട്ട് കിടക്കും. അവിശ്വസ്തയുടെ കുറ്റബോധം. അത് ദാമ്പത്യ ജീവിതത്തിലാകാം, സാമ്പത്തിക മേഖലയിലാകാം. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തത് തന്നെ കുറ്റബോധത്തിലേക്കല്ല നയിക്കേണ്ടത്, ചെയ്തതിൻ്റെ അനുതാപത്തിലേക്ക് നയിക്കണം. അപ്പോൾ വീണ്ടെടുപ്പ് കിട്ടും. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 75-ാം തിരുവചനം, 26-75. 2 പേരും ഒരേപോലെ തെറ്റ് ചെയ്തു. യൂദാസും പത്രോസും. ഒരുത്തൻ ഒറ്റിക്കൊടുത്തു, മറ്റവൻ തള്ളിപ്പറഞ്ഞു. ഒറ്റിക്കൊടുത്ത യൂദാസ് അവനെ കുറ്റബോധം നിരാശയിലേക്ക് നയിച്ചു. നിരാശയുടെ പരിണതഫലം ആത്മഹത്യ. എന്നാൽ പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് ഇങ്ങനെയാണ്. അവൻ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് പറഞ്ഞ വാക്കുകൾ ഓർത്തപ്പോൾ പത്രോസ് അവൻ ഓർമ്മിച്ചു. അവൻ പുറത്തു പോയി ഹൃദയം നൊന്ത് കരഞ്ഞു, മനസ്സുരുകി കഴിഞ്ഞു. ഹൃദയം നൊന്ത് മനസ്സുരുകി കരഞ്ഞപ്പോൾ പത്രോസിൻ്റെ അനുതാപത്തിൽ പത്രോസിനെ ശിഷ്യന്മാരിൽ ഒന്നാമനാക്കി മാറ്റി, സഭയുടെ തലവനാക്കി മാറ്റി. ആ ഹൃദയം നൊന്ന് കരഞ്ഞതുകൊണ്ടാണ്, അനുദപിച്ച് കരഞ്ഞതുകൊണ്ടാണ്, അവൻ ഉള്ളുരുകി കരഞ്ഞതുകൊണ്ടാണ് അനുതാപം അവനെ വീണ്ടെടുപ്പിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. കുറ്റബോധമല്ല ആവശ്യം, അനുതാപം ആവശ്യം. ഈ കുറ്റബോധം നിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്നാൽ അടുത്ത സ്വഭാവ വൈകല്യമാണ് നിരാശ. അടുത്ത സ്വഭാവ വൈകല്യമാണ് നാവിൻ്റെ ദുരുപയോഗം. നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതിന് നീ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം തിരുവചനം. അടുത്തത് പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 7 മുതലുള്ള വചനം. പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം. അടുത്തത് പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള തിരുവചനം. വീണ്ടും അവിടെ പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനം. പ്രഭാഷകൻ 28:18 ഇങ്ങനെ പറയുന്നത്: വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും പറയും, പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 25-ാം തിരുവചനം. പ്രഭാഷകൻ 28:25. പ്രഭാഷകൻ 28:25. വാക്ക് അളന്ന് വാതിലും പൂട്ടും നിർമ്മിക്കുക. അപ്പം എന്താ അറിയോ? പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായവും 28-ാം അധ്യായവും വായിച്ച് ധ്യാനിക്കണം. ഇതിൻ്റെ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ നാവിൻ്റെ ദുരുപയോഗം ഇന്നലകളിൽ എവിടെയെങ്കിലും മുറിപ്പെടുത്താൻ കാരണമായി തീർന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. നാവിൻ്റെ വ്യത്യസ്തമായ ദുരുപയോഗം, നിരന്തരം പരദൂഷണം, നുണ, കുറ്റം പറച്ചിൽ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്ന പ്രവണത. ഹല്ലേലൂയ. പിടിവാശി സ്വഭാവവൈകല്യം, പിടിവാശി, മുൻകോപം, സ്വഭാവത്തിലെ അടുത്ത വൈകല്യമാണ് പിശുക്ക്. ഇങ്ങനെ വ്യത്യസ്തമായ സ്വഭാവ വൈകല്യങ്ങൾക്കെല്ലാം ഒരു കാരണമുണ്ട്. ഏതോ നാളുകളിൽ മനസ്സിനേറ്റ മുറിവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആന്തരിക സൗഖ്യത്തിൻ്റെ 7-ാമത്തെ പോയിന്റാണ്, ഇതിനെല്ലാം പൂർണ്ണ സൗഖ്യവും പരിഹാരവും നൽകുന്നു. ആ നൽകുന്ന കാര്യമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 തിരുവചനം. യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുന്നു. സകല മനസ്സിൻ്റെ മുറിവുകൾക്കും സൗഖ്യം നൽകുന്നു. ആ കുരിശിൽ നിനക്ക് പറഞ്ഞിരുന്ന 6 കാര്യങ്ങൾ, കുരിശിൽ പറഞ്ഞു തരുന്ന 6 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, കുരിശിൽ യേശു ഏറ്റെടുത്ത 6 കാര്യങ്ങൾ. 1, അവൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. അടുത്ത താഴെ എഴുതിക്കൂ, ഏതെല്ലാം ദുഃഖങ്ങൾ? ദുഃഖിപ്പിച്ച വ്യക്തികൾ. 2, ദുഃഖിപ്പിച്ച വാക്കുകൾ. 3, ദുഃഖിപ്പിച്ച സംഭവങ്ങൾ. 4, ദുഃഖിപ്പിച്ച സാഹചര്യങ്ങൾ. 5, ദുഃഖിപ്പിച്ച ഓർമ്മകൾ. ദുഃഖിപ്പിച്ച വ്യക്തികൾ,
ദുഃഖിപ്പിച്ച വാക്കുകൾ, ദുഃഖിപ്പിച്ച സംഭവങ്ങൾ, ദുഃഖിപ്പിച്ച സാഹചര്യങ്ങൾ, ദുഃഖിപ്പിച്ച ഓർമ്മകൾ. അവൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുത്തു. 1. 2, അവൻ എൻ്റെ എല്ലാ വേദനകളും ഏറ്റെടുത്തിരിക്കുന്നു. സകല വേദനകളും. 1, വേദനിപ്പിച്ച വ്യക്തികൾ, വേദനിപ്പിച്ച വാക്കുകൾ, വേദനിപ്പിച്ച സംഭവങ്ങൾ, വേദനിപ്പിച്ച സാഹചര്യങ്ങൾ, വേദനിപ്പിച്ച ഓർമ്മകൾ. ഇനി 3, യേശു കുരിശിൽ ഏറ്റെടുത്ത 3-ാമത്തെ കാര്യം, അവൻ എൻ്റെ എല്ലാ അകൃത്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. അകൃത്യം, കൃത്യത നഷ്ടപ്പെട്ട സംസാരം, കൃത്യത നഷ്ടപ്പെട്ട പ്രവൃത്തി, കൃത്യത നഷ്ടപ്പെട്ട പെരുമാറ്റം, അകൃത്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. 4, അവിടുന്ന് എൻ്റെ എല്ലാ അതിക്രമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. അതിക്രമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. 1, ക്രമം തെറ്റിയ സംസാരം, ക്രമം തെറ്റിയ പ്രവൃത്തി, ക്രമം തെറ്റിയ പെരുമാറ്റം, എല്ലാ അകൃത്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. ഇനി 5-ാമത്തെ കാര്യം, അവൻ കുരിശിൽ എൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ പാപങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. 1, പാപം ഏറ്റെടുത്ത് ഏത് പാപത്തിനും ആവർത്തിക്കുന്ന പ്രവണത. 1. 2, അടിമപ്പെടുത്തുന്ന പ്രവണത. 3, ശിക്ഷിക്കുന്ന പ്രവണത. അവൻ എൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്ന, അടിമപ്പെടുത്തുന്ന, ശിക്ഷിക്കുന്ന 3 പ്രവണതകളെയും ഈശോ ഏറ്റെടുത്തു. 6-ാമത്തെ കാര്യം, ഈശോ എൻ്റെ എല്ലാ രോഗങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. യേശു എൻ്റെ എല്ലാ രോഗങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. ആത്മാവിൻ്റെ തലത്തിൽ പാപം മൂലം വരുത്തുന്ന രോഗം, മനസ്സിൻ്റെ തലത്തിൽ കുറ്റപ്പെടുത്തി കളിയാ വാക്കുമൂലം പ്രവൃത്തിയിലൂടെ സംഭവിച്ച മനസ്സിൻ്റെ മുറിവ് രോഗം. 3, ശരീരത്തിലെ രോഗം. 4, സ്വഭാവത്തിലെ വൈകല്യങ്ങളാകുന്ന രോഗം. 5, ജീവിതത്തിലെ എല്ലാ തിക്ത അനുഭവങ്ങളുടേതുമായ അവസ്ഥകൾ. ഈ 5 കാര്യങ്ങളും ഈശോ എൻ്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സ്വഭാവത്തിലും ജീവിതത്തിലുമുള്ള എല്ലാ രോഗങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മനസ്സിൻ്റെ സകല മുറിവുകൾക്കും സൗഖ്യം നൽകുന്നവൻ യേശു ക്രിസ്തു, കുരിശിലെ ബലി. അതാണ് ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണേ. ആ കുരിശിലെ ബലി എനിക്ക് പൂർണ്ണമായ ആന്തരിക സൗഖ്യം നൽകുന്നു. ആ ബലിയിൽ ഈശോ ചെയ്തത് 1, എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുത്തു. 2, എൻ്റെ എല്ലാ വേദനകളും ഏറ്റെടുത്തു. 3, എൻ്റെ എല്ലാ അതിക്രമങ്ങളും ഏറ്റെടുത്തു. 4, എൻ്റെ എല്ലാ അകൃത്യങ്ങളും ഏറ്റെടുത്തു. 5, എൻ്റെ എല്ലാ രോഗങ്ങളും ഏറ്റെടുത്തു. 6, എൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.